കടുത്തുരുത്തി മുട്ടുച്ചിറയിൽ പ്രവർത്തിക്കുന്ന ലാറ്റക്സ് ഫാക്ടറിക്കെതിരെ നാട്ടുകാർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. ഫാക്ടറിയുടെ പ്രവർത്തനം മൂലം പ്രദേശത്തെ വായുവും ജലവും മനുഷ്യജീവന് ഭീഷണിയാകുന്ന തരത്തിൽ മലിനമായിരിക്കുകയാണെന്ന് പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. രണ്ടാം ഘട്ട സമരത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും NAPM ദേശീയ നേതാവുമായ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. കടുത്തുരുത്തി മുട്ടിച്ചിറയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ലാക്ടസ് ഫാക്ടറിക്കെതിരെ നാട്ടുകാർ വീണ്ടും സമരത്തിനൊരുങ്ങുന്നു. ഫാക്ടറിയുടെ പ്രവർത്തനം മൂലം പ്രദേശത്തെ വായുവും ജലവും മനുഷ്യജീവന് ഭീഷണിയാകുന്ന രീതിയിൽ മലിനമായിരിക്കുകയാണെന്നും നിരവധി പേർക്ക് മാരക രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ടെന്നും പ്രതിഷേധക്കാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നമ്മൾ ഈ ഫാക്ടറിയുടെ പ്രവർത്തനം കൊണ്ട് സാധാരണ ആളുകൾക്ക് അവരുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി മാറേണ്ടതായ ഒരു സാഹചര്യമാണ്. നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഏകദേശം 15ഓളം കുടുംബങ്ങൾ അവിടെ നിന്നും ഈ ഫാക്ടറിയുടെ മാലിന്യ പ്രശ്നം കാരണം അവിടുന്ന് അവരുടെ സ്വന്തം വീടും സ്ഥലവും ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഇപ്പം ഇങ്ങനെ 21 വർഷത്തിന് ശേഷം ഇപ്പം ഇങ്ങനെ ആളുകൾ സംഘടിക്കാൻ കാരണം ഇത് ഇപ്പോൾ ഒരു തരത്തിലും അസഹ്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. നമുക്ക് ആർക്കും ചിന്തിക്കാൻ പോലും വയ്യാത്തതുപോലെ ഒരു വീട്ടിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാനോ അതല്ലെങ്കിൽ ഇത് മൂലം നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ, ക്യാൻസർ ബാധിതരുടെ എണ്ണം മറ്റു പ്രദേശങ്ങളെക്കാൾ ഇവിടെ കൂടുതലാണ്. അതുപോലെ ഇൻഹേലർ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങളുണ്ട്. നമ്മൾ സാധാരണയായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന തോട്ടിലേക്കൊന്നും ഒരു കാര്യത്തിന് അത് ഉപയോഗിക്കാൻ പറ്റിയില്ല. കൂടാതെ ഈ തോടാണ് നമ്മുടെ 8, 9, 10 കുടിവെള്ള പദ്ധതികളുടെ ജലസ്രോതസ്സായിട്ട് നിലനിൽക്കുന്നത്. നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഫാക്ടറിയുടെ പ്രവർത്തനം പുരോഗമിക്കുന്നതെന്നും പഞ്ചായത്തോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡോ നൽകിയ സ്റ്റോപ്പ് മെമ്മോ മറികടന്നാണ് നിർമ്മാണം ഇപ്പോഴും തുടരുന്നതെന്നും പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രവർത്തകർ പറഞ്ഞു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നൊക്കെയുള്ള ആ മൃദു സമീപനം ഞങ്ങളെ കുറച്ച് ആശങ്കയിലാക്കിയിട്ടുണ്ട്. അത് തന്നെയുമല്ല, ഈ ലൈസൻസ് റിവോക്ക് ചെയ്തതിന് ശേഷവും ഇന്നലെയും പ്ലാന്റ് വർക്ക് ചെയ്തു. അപ്പോൾ ഗേറ്റ് ലോക്കഡാണ്. അകത്ത് പ്രവർത്തനങ്ങൾ നടക്കണമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ കഴിയും. അകത്തോട്ട് വാഹനങ്ങൾ സാധനങ്ങളായിട്ട് പോകുന്നുണ്ട്, തിരിച്ചറിഞ്ഞു വരുന്നുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ മുഴുവനുമായിട്ട് മണ്ണ് പൊല്യൂട്ടഡാണ്. ഇനി ആ മണ്ണ് ഉപയോഗിക്കാൻ പറ്റില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ലാക്ടസ് ഫാക്ടറിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഫാക്ടറിയുടെ മലിനീകരണ പ്രവർത്തനങ്ങൾക്കെതിരെ നേരത്തെ സമരം നടത്തിയിരുന്നുവെങ്കിലും കാര്യമായ മാറ്റമുണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം വീണ്ടും ആരംഭിക്കുന്നത്. ശനിയാഴ്ച രണ്ടാം ഘട്ടമായി നടക്കുന്ന പ്രതിഷേധ മാർച്ച് പ്രമുഖ പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകനും NAPM ദേശീയ നേതാവുമായ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. മനഃശാസ്ത്ര വിദഗ്ധനും കൌൺസിലറുമായ ദിലീപ് കൈതക്കൽ, പ്രാദേശിക സമര നേതാക്കളായ പരിസ്ഥിതി സംരക്ഷണ സമിതി കൺവീനർ സിറിയക് വർഗീസ്, അഡ്വക്കേറ്റ് അശ്വതി റോയ്, സവിത ശശികുമാർ, കൈസമ്മ ജോസ്, വിൻസെന്റ് ചിറയിൽ തുടങ്ങിയവർ പ്രസംഗിക്കും. കടുത്തുരുത്തി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സിറിയക് വർഗീസ്, ലൈസമ്മ ജോസ്, അഡ്വക്കേറ്റ് റോയി ജോർജ്, ബിജി പോൾ കലയന്താനം, പഞ്ചായത്ത് അംഗം ചാൻസി സണ്ണി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.